ആധികാരികമായി പറയുന്നത്, കേരളത്തിലെ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പേജുകൾ നിയന്ത്രിക്കുന്ന ഒരു ടീം അംഗം ഞങ്ങളുമായി പങ്കുവെക്കുകയാണ്. അവർക്ക് കൊടുത്ത ഗൈഡ് ലൈൻ RSSന് നോവുന്ന ഒരു അക്ഷരം പറഞ്ഞു പോകരുത്. ഇത് RSSന്റെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ തിട്ടൂരമല്ല, CPMന്റെ AKG സെന്ററിൽ നിന്ന് കിട്ടിയ തിട്ടൂര. നിങ്ങൾക്ക് കാണിച്ചതാ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടും പുറത്ത് മന്ത്രിമാർ, മലയാളത്തിലാണല്ലോ അവരെഴുതുക. ഒന്ന് കാണിച്ചതാ RSSനെ നോവിക്കുന്ന രണ്ടക്ഷരം ഏതെങ്കിലും മന്ത്രി ഒഫീഷ്യൽ പേജിൽ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണിച്ചതാ. മുസ്ലിം വിരുദ്ധത പറഞ്ഞ നൂറുകണക്കിന് അക്ഷരങ്ങൾ പെരുമ്പിലാവങ്ങാടിയിൽ ഒരു കൊളാഷ് നടത്താൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. നൂറുകണക്കിന് വേണമെങ്കിൽ പെരുമ്പിലാവങ്ങാടി മുഴുവൻ ഒരു കൊളാഷ് നടത്താൻ മാത്രം മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിലെ ഓരോ ജനപ്രതിനിധിയും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഭയവിഹ്വലതയുടെ രാഷ്ട്രീയം ഞങ്ങൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ MP-മാർ ഭയപ്പാടിലാണ്. ഇന്ത്യയുടെ MP-മാർ ഭയപ്പാടില്ല. പ്രതിപക്ഷ MP-മാർ എങ്ങനെ ഇന്ത്യയുടെ പാർലമെന്റ് ഇപ്പൊ നടക്കുന്നറിയോ? ഒരു MP ഒരു പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോ ഇന്ത്യയിലെ പ്രതിപക്ഷ MP-മാരുടെ ഓഫീസിലേക്കൊക്കെ ഒരു PRO പോകലുണ്ടെന്നാ പറയണേ. സംഘപരിവാര PRO. ആ PRO കൃത്യമായി ഗൈഡ് ലൈൻ കൊടുക്കും. വരാനിരിക്കുന്ന മന്ത്രിസഭയിൽ നടക്കാൻ പോകുന്ന ചർച്ച ഇന്നതൊക്കെയാണ്. അവിടെ ചർച്ചയാകാൻ പോകുന്ന ഓർഡിനൻസുകള്, അമെന്റുവാളുകൾ ഇന്നതൊക്കെയാണ്. അവിടെ നിങ്ങൾക്ക് 3 ഗൈഡ് ലൈൻ, 3 മാർഗദർശനം പറഞ്ഞു തരുന്ന പറയാ. PRO വന്നിട്ട് MP-ക്ക്, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ MP-ക്ക്, നിങ്ങളുടെ MP-ക്കും പറഞ്ഞു കൊടുക്കൂട്ടോ. നിങ്ങളുടെ MP-യുടെ ഓഫീസിലേക്ക് വരും, ഒരു ഗൈഡ് ലൈൻ പറയും. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന അമെന്റുകള്, അതിന്റെ ഓർഡിനൻസുകൾ, അതിന്റെ ചർച്ചകള് ഇന്നതൊക്കെയാണ്. ഒന്നാമത്തെ സേഫ് സോൺ ആയ ഒരു വഴിയുണ്ട്. നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ വരാതിരിക്കാം. മറ്റൊരു മാർഗമുണ്ട്. പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം. അത് കഴിഞ്ഞാൽ വോട്ടെടുപ്പ് വേളയുണ്ട്. ആ വോട്ടെടുപ്പ് വേളയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്ന് കൊള്ളണം. രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ ഒരു മാർഗമുണ്ട്. നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം, നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. വോട്ടെടുപ്പ് വേളയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിയോജിപ്പ് വോട്ടായി രേഖപ്പെടുത്താം എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം കൊണ്ടുവന്ന ലാപ്ടോപ്പ് തുറന്ന് കാണിക്കും. ഈ കണക്കുകൾക്ക്, ഈ ചിത്രങ്ങൾക്ക്, ഈ ചരിത്രങ്ങൾക്ക്, ഈ വീഡിയോകൾക്ക് കണക്കുകൾ പ്രകാരം മൂക്ക് തൊട്ട് ഉത്തരം പറയാൻ തയ്യാറായി കൊള്ളുക. നാളെ വരും ഇവിടെ NIA, ED അടക്കമുള്ള സംഘപരിവാരത്തിന്റെ ചട്ടുകങ്ങള് വരും. നിങ്ങൾക്ക് എന്തും സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മൂടം തട്ടിയിട്ട് ഇറങ്ങി പോകുമത്രേ PRO. ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞെന്ന് അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം വിരുദ്ധതയുടെ കോപ്പ് കൂട്ടാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് മുത്തലാഖിന്റെ ചർച്ചക്കെടുത്തു. മുത്തലാഖ് ഒരു അമന്റ് ചർച്ചയായിട്ട്, ഓർഡിനൻസിന്റെ വാളുകളായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ മിന്നിക്കളിക്കുമ്പോ അങ്ങ് മലപ്പുറമായ എന്റെ നാട് മലപ്പുറത്ത് ഇന്ത്യയിലെ മതേതരവാദികള് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്ര പോരാട്ടത്തിന്റെ പിന്തലമുറയുള്ള മലപ്പുറത്തിന്റെ ധീരപുരുഷന്മാർ ഇന്ത്യയുടെ പാർലമെന്റില് സംഘപരിവാരത്തിനെതിരെ നിഷ്കാശനമില്ലാതെ വർത്തമാനം പറയാൻ ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തു PK കുഞ്ഞാലിക്കുട്ടി എന്നൊരു മനുഷ്യനെ. ആ മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിൽ മുത്തലാഖ് ചർച്ച നടക്കുമ്പോ, മുത്തലാഖ് ചർച്ച വേളയിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ കസാരയിലെ ശൂന്യമായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. എന്താ PK കുഞ്ഞാലിക്കുട്ടി കാരണം പറഞ്ഞെന്നറിയോ? കടവ് റിസോർട്ട് മുതലാളിയായ തന്റെ കൂട്ടുകാരന്റെ മകളുടെ കല്യാണമായിരുന്നത്രേ. ഞാനതിനെ തിരിച്ചു വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരനോടുള്ള മുഹബത്ത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്കുണ്ട് ഒരുപാട് പ്രിയപ്പെട്ട കൂട്ടുകാർ. അവരുടെ കല്യാണ ദിവസം നമ്മൾക്ക് അടിയന്തരമായി വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടുകാരനോടുള്ള മുഹബത്ത് തെളിയിക്കാറ് തലേ ദിവസം പോകലുണ്ട്. താൻ കല്യാണത്തിന് അന്നത്തെ ദിവസം വരാതിരിക്കാനുള്ള കാര്യകാരണങ്ങൾ ബോധിപ്പിക്കും. കല്യാണ ദിവസം വരുന്നതിനേക്കാൾ ഇഷ്ടം നമ്മുടെ കൂട്ടുകാർക്ക് കല്യാണത്തിന്റെ തലേ ദിവസം വന്ന് കല്യാണ ദിവസം വരാത്തതിന്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചു പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനെ. ഇത് മലയാളിയായ കേരള രാഷ്ട്രീയത്തിലെ കൗശല രാഷ്ട്രീയക്കാരനായ PK കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാഞ്ഞതുകൊണ്ടാണോ എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പിണറായി ഇനി കേരളത്തില് ബിരിയാണിയോടുള്ള മുഹബത്ത് കൊണ്ടായിരിക്കോ? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല. PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ കൗശലക്കാരനാ, ചാണക്യനാന്നൊക്കെ പറയാ. PRO തന്ന ഒന്നാമത്തെ സേഫ് സോൺ
ഒന്നാമത്തെ സേഫ് സോൺ. വന്നു പോകരുത്. വന്നാൽ ഇത്താലിന് കാര്യങ്ങൾ വർത്തമാനം പറയേണ്ടി വരും, പ്രതിപക്ഷമായി സംസാരിക്കേണ്ടി വരും. വോട്ടെടുപ്പ് വേളയിൽ നാട്ടുകാർ മലപ്പുറത്ത് വന്നാൽ ചോദിക്കും എന്തേ വോട്ട് ചെയ്യാതിരുന്നത് എന്ന്. അതുകൊണ്ട് ഒന്നാമത്തെ സേഫ് സോൺ വഴി തെരഞ്ഞെടുക്കുക. സാങ്കേതികത്വം കളഞ്ഞ് പോവാതിരിക്കുക. സംഘപരിവാര PRO കൊടുത്ത ഒന്നാമത്തെ സേഫ് സോൺ സ്വീകരിച്ചൊരു MP. നിങ്ങൾ പരിശോധിക്കുക. വേറെന്താ? വഹാബ് എന്ന് പറയുന്ന മറ്റൊരു മുതലാളിയുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാവാ. അയാളും പോയിട്ടില്ല. അയാൾ പോവാതിരിക്കാനുള്ള കാരണം എന്താ പറഞ്ഞറിയോ? കോഴിക്കോട് എയർപോർട്ടിൽ പോയപ്പോ ഫ്ലൈറ്റ് കിട്ടിയില്ലത്രേ. ഫ്ലൈറ്റ് കിട്ടിയില്ല. ആരാ വഹാബ് എന്നറിയോ നിങ്ങൾക്ക്? ഒന്നല്ല 10 ഫ്ലൈറ്റുകൾ ഒരേ സമയം ഷെഡ്യൂൾ ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു മനുഷ്യനാ. ഇനി അങ്ങനെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടൊന്നും വലിയ മതേതരത്വം കളിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെക്കുന്നു, വഹാബ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജില് 2 അക്ഷരം എഴുതിയിട്ടാ മതി. ഇന്ത്യയിലെ സംഘപരിവാരവിധ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെ പാർലമെന്റ് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക. കോഴിക്കോട് എയർപോർട്ടിൽ വന്നപ്പോ എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല, ചാട്ട് ചെയ്യുമോ, നിങ്ങൾ തയ്യാറാണെന്ന് ചോദിച്ച മലയാളികൾ സെക്കൻഡുകൾക്കകം ഒരു ഫ്ലൈറ്റ് ചാട്ട് ചെയ്തു കൊടുക്കും. അതാണ് മലയാളി എന്ന് പറയുന്നത്. വഹാബ് പോയില്ല കേട്ടോ. ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ടല്ല, എപ്പോഴാ ഫ്ലൈറ്റിന്റെ ടൈം ഷെഡ്യൂൾ എന്ന് അറിയാത്തത് കൊണ്ടല്ല. സംഘപരിവാരം ആദ്യം കൊടുത്ത സേഫ് സോൺ തിരഞ്ഞെടുത്ത ഒരു MP ആണ് വഹാബ്. അതിലപ്പുറം മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് കേൾക്കണോ? അവസാനമായിതാ ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ ഈ ഇന്ത്യയുടെ പള്ളികൾക്കും മിഹ്റാബുകൾക്കും മിംബറുകൾക്കുമെതിരെ സംഘപരിവാരം ഒരു അമഞ്ചു വാളുകളുമായി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു വന്നു. അടുത്ത കാലത്ത് അവിടെയും നിങ്ങൾ കണ്ടു കാണും കേട്ടോ. മതേതര ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ, ജനാധിപത്യ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഞാനും എന്റെ പ്രിയപ്പെട്ട പെങ്ങളും ഇതാ ജീവൻ ത്യജിച്ചതാ കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ കാണണോ നിങ്ങൾക്ക്? ഇതാ കണ്ടുകൊള്ളുക എന്ന് പ്രിയങ്ക ഗാന്ധിയെ ചൂണ്ടിക്കാണിച്ചിട്ട് മലയാളിയോട് പറഞ്ഞു പറ്റിച്ചൊരു കോൺഗ്രസ് ഉണ്ട്. പ്രിയപ്പെട്ട കോൺഗ്രസ്, അറിയുമോ മലയാളിയെ നിങ്ങൾക്ക്? ഇന്ത്യയുടെ പാർലമെന്റിൽ സംഘപരിവാരം അവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഓരോ നിയമങ്ങളും ചുട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോ, ഇന്ത്യയുടെ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ച നടക്കുമ്പോ, വയനാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ആശ്ലേഷണത്തോടെ വയനാട്ടിലെ നിലമ്പൂരിലെ നിഷ്പക്ഷരായ നിഷ്കളങ്കരായ പാവപ്പെട്ട മലയാളികൾ വോട്ടിലൂടെ അങ്ങ് പറഞ്ഞയച്ച പ്രിയങ്ക ഗാന്ധി ഉണ്ടല്ലോ, പ്രിയപ്പെട്ട പെങ്ങളെന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ജീവൻ ത്യജിച്ച പ്രിയങ്ക ഗാന്ധി ഉണ്ടല്ലോ, ഇന്ത്യയുടെ പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ച നടക്കുമ്പോ ഉണ്ടായിട്ടില്ല കോൺഗ്രസ്. എന്താണ് അതിന് കാരണമെന്ന് പറഞ്ഞതെന്നറിയോ? പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വിദേശ പര്യടനത്തിലായിരുന്നത്രേ എന്നാണ്. പാർലമെന്റ് സമ്മേളനം നടക്കാൻ പോകുന്നത് എന്ന ഡേറ്റ് ഷെഡ്യൂൾ അറിയാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. വിദേശത്ത് പോകാൻ ഒരു അവസരം കിട്ടിയപ്പോ വിദേശത്തോടുള്ള മുഹബത്ത് കൊണ്ട് പോയതാണെന്നും തെറ്റുധരിക്കല്ലേ. താൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടുമല്ല പ്രിയപ്പെട്ടവരെ. വയനാട് MP-യുടെ ഓഫീസിലേക്ക് നട്ടപ്പാതിലാക്ക PRO വന്ന് കൊടുത്ത ഏറ്റവും സേഫ് സോൺ തിരഞ്ഞെടുത്തു. സാങ്കേതികത്വം പറഞ്ഞു വരാതിരിക്കുക എന്നുള്ളത് ഇതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ഈ നാട്ടിലെ നിഷ്കളങ്കരായ അരിയാഹാരം കഴിക്കുന്ന മലയാളിയോട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇവരാണ് രാജ്യത്തെ രക്ഷിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രി കസാര കിട്ടിയിട്ടില്ലെങ്കിലും, ഒരു ആഭ്യന്തര കസാര കിട്ടിയിട്ടില്ലെങ്കിലും, ഭയവിഹ്വലതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നമുക്കെങ്ങനെയാണ് പ്രതീക്ഷകൾ അർപ്പിക്കാൻ കഴിയുക? നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഇന്ത്യയുടെ തിരുവോരങ്ങളിൽ അക്രമം കാണിക്കുന്നവരെ, അനീതിയുടെ വക്താക്കളെ, താനൊരു തമ്മാടിയും അക്രമകാരിയുമായ ഭരണാധികാരിയാണെന്ന് വിളിച്ചു പറയാൻ നട്ടെല്ലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ തെരുവോരത്ത് ആവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിറവി കൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ട മനുഷ്യരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇത് വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല. ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയട്ടെ, വാർദ്ധക്യത്തിന്റെ അർബുദമെന്ന മഹാമാരിയുടെ വെല്ലുവിളികളെ ചൂണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിച്ചു വെക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ അബൂബക്കർ എന്ന മനുഷ്യന് തീഹാറിന്റെ ജയിലിന്റെ ഇരുട്ടറയിൽ വർഷങ്ങളായി കിടക്കുന്ന കേട്ടോ. സംഘപരിവാരം അതിനെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളോട് പറയുകയാണ് മിണ്ടാതിരിക്കുക എന്ന്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നിലവിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ അമരക്കാരൻ മൊയ്തീൻ കുട്ടി ഫൈസി ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കും.
കൊണ്ടിരിക്കുന്ന MK ഫൈസി എവിടെയാണെന്നറിയോ? ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് ജയിലറയുടെ ഇരുട്ടറയിലാണ് കിടക്കുന്നത് കേട്ടോ. എന്തിനാണ് കിടക്കുന്നതെന്നറിയോ? ഈ സംഘപരിവാരത്തിന്റെ കണ്ണുരുട്ടലുകൾക്ക് മുമ്പിൽ ഈ തെരുവങ്ങ് മനംമൊഴിക്ക് കുരിഞ്ഞു നിൽക്കുമ്പോ ഈ തെരുവിന് കൈക്കൊടുത്ത് അങ്ങനെ ഒതുങ്ങി കൊടുക്കണ്ട, എണീച്ചു നിൽക്കുക എന്ന് പറഞ്ഞ ഇന്ത്യയുടെ അഷ്ടദിക്കുകളെ, ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറയുന്ന ഒരു മണ്ണാക്കി മാറ്റുന്നതിന് വേണ്ടി പണിയെടുത്തതിന്റെ പേരില് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ജയിലിലാണ്. പെരുമ്പിലാവിലെ മനുഷ്യരെ, നിങ്ങൾക്ക് ചില പേരുകൾ ഞാൻ പറയുകയാണ്, മറന്നു കളയരുത് കേട്ടോ. ചില പേരുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിയിട്ട് കൊള്ളണം. എന്തിനാണ് അവരിതൊക്കെ അനുഭവിച്ചതെന്നറിയോ? എന്റെയും നമ്മളുടെയും വരുംകാല തലമുറയുടെയും ശുഭകരമായ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജയിലറ പുൽകുന്നവരേത് രാഷ്ട്രീയ പാർട്ടിയായിക്കൊള്ളട്ടെ, അവരേത് പാർട്ടിയുടെ കൊടി പിടിച്ചതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ അറിയുമോ? എഴുതി വെക്കണം കേട്ടോ, നെഞ്ചകത്ത് ഉമർ ഖാലിദ് എന്ന ഒരു വിദ്യാർത്ഥി നേതാവ് അങ്ങ് ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ വർഷങ്ങളായി കിടക്കുകയാണ്. ഇന്ത്യയിലെ തമ്മാടികൾക്ക് കോടതി വരാന്തകളിൽ സുഗമമായി കൊണ്ട് ഫ്രീഡം വഴികൾ വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ, പരോളിന്റെ ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇന്ത്യയുടെ തെരുവോരങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ ഉമർ ഖാലിദ് എന്നൊരു വിദ്യാർത്ഥി നേതാവ്, ഷർജീൽ ഇമാം എന്നൊരു വിദ്യാർത്ഥി നേതാവ് ഇന്ത്യയിലെ ജയിലറകളിൽ കിടക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, നട്ടലുള്ള സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ DGP ഗസാരയിൽ ഇരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഭരണകൂട വേട്ടക്കിരയായി ജയിലിൽ കിടക്കുകയാ. മറന്നു കളയരുത് പ്രിയപ്പെട്ട മലയാളിയെ. നിങ്ങൾക്കറിയോ, ഹേമന്ത് കർക്കര എന്ന് പറയുന്ന നട്ടലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മറന്നു കളയരുത് കേട്ടോ. അങ്ങനെ എത്ര മനുഷ്യരാണ്, അവരെയൊക്കെ കോർത്തുകൊണ്ടിരിക്കണം. അവരൊക്കെ അന്ന് വിളിച്ച മുദ്രാവാക്യമാണ്, അവരന്നെടുത്ത നിലപാടാണ്, അവരന്ന് അനുഭവിച്ച ത്യാഗങ്ങളാണ്, അവരിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും ബദലുകളുമാണ്. ഈ പെരുമ്പിലാവങ്ങാടിയിൽ നാൽക്കാലിയായ മനുഷ്യനായി, തൈലുകാലിയായ മനുഷ്യനായി അഭിമാനത്തോടെ നമ്മൾക്ക് നടന്നു നീങ്ങാൻ കഴിയുന്നത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. നമ്മളുടെ കൈയും കാലും ബന്ധിച്ചുകൊണ്ട് ഇരുട്ടറയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് NRCയുടെ CAയുടെ ബില്ലുകളുമായി കൊണ്ടുവന്നപ്പോ അതിനെ തെരുവിൽ ചെറുത്തു തോൽപ്പിച്ച മനുഷ്യരെ മറന്നു കളയരുത് കേട്ടോ. അതുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഞങ്ങളുടെ പോഷക നേതാക്കന്മാർ സർവരെയും ഈ രാജ്യത്തിന്റെ ഭരണകൂടം അങ്ങ് കയ്യാമ വെച്ചുകൊണ്ട് ഇരുട്ടറയിലേക്ക് തള്ളിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, മിണ്ടാതിരുന്നു കൊള്ളുക, ഒരൽപ്പം സംയമനം പാലിച്ചു കൊള്ളുക, ഒരു സേഫ് സോൺ പൊളിറ്റിക്സ് പറഞ്ഞുകൊള്ളുക. എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് പോലെ ഒരു സേഫ് സോൺ പൊളിറ്റിക്സ്, പരിമിതികൾക്ക് നിന്നുകൊണ്ട് വർത്തമാനം പറയുക, അതിർവരമ്പുകൾ കാണിച്ചു തന്നിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് വർത്തമാനം പറയുക. ഞങ്ങൾക്ക് കാണിച്ചു തന്ന അതിർവരമ്പുണ്ടല്ലോ, ആ അതിർവരമ്പുകൾക്കപ്പുറത്തു നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രസിയുടെ രാഷ്ട്രീയം. ഞങ്ങളോട് കണ്ണുരുട്ടിക്കൊണ്ട് മിണ്ടാതിരിക്കാൻ പറയുന്നവ ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പെരുമ്പിലാവങ്ങാടിയുടെ ഈ ചെറുവേദിയിൽ നിന്ന് ഞങ്ങൾ പറയുന്നു, ഓ ഭരണകൂടമേ, ഇതൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് എങ്കിൽ ആ ഭരണകൂടത്തിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി പറയുന്നു, എടുക്കുന്ന നിലപാടുകൾക്ക് കണിശത കൂടുക എന്നല്ലാതെ, വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് ശൗര്യവും ഗൗരവവും കൂടുക എന്നല്ലാതെ ഒരൽപ്പം സമരസപ്പെടില്ല എന്ന് ഈ അങ്ങാടിയിലെ പ്രബുദ്ധ മലയാളിയെ സാക്ഷി നിർത്തി വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ കിടക്കപ്പായില് നിങ്ങളുടെ ഉറക്കം കെടുത്തട്ടെ. ഈ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളില് ഈ ഭരണകൂടത്തിന്റെ വേട്ടക്കിരയായിക്കൊണ്ട് വേദനകളും യാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ വേദനകള്, ഗസയുടെ വേദനകള് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് പോലെ, ഫലസ്തീനിന്റെ വേദനകള് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് പോലെ, അസമിന്റെ വേദനയും നിങ്ങളുടെ ഉറക്കങ്ങളെ കെടുത്തട്ടെ. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിന്റെ മനുഷ്യവേദനകളും നിങ്ങളുടെ ഉറക്കങ്ങൾ കെടുത്തട്ടെ. അങ്ങനെ ഉറക്കം വരാതെ നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയും, ഒന്ന് സത്യം വിളിച്ചു പറയാൻ, ധർമ്മം വിളിച്ചു പറയാൻ, നീതിയെ സ്ഥാപിക്കാൻ. അങ്ങനെ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് വിളിച്ചു പറയുമ്പോ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്, പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന കൊടിയാണെങ്കിൽ പെരുമ്പിലാവിൽ എന്നെ ശ്രമിക്കുന്നവർക്ക് സത്യം വിളിച്ചു പറയാൻ, ധർമ്മം വിളിച്ചു പറയാൻ, നീതി വിളിച്ചു പറയാൻ
പറയാൻ, സത്യത്തെ സ്ഥാപിക്കാൻ, അക്രമകാരികൾക്കെതിരെ വർത്തമാനം പറയാൻ പിടിച്ചിരിക്കുന്ന കൊടി ഒരു തടസ്സമാണെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യരെ, ആ കൊടി അങ്ങ് അറബിക്കടലിലേക്ക് വലിച്ചെറിയുക. നിങ്ങൾ പിടിച്ചിരിക്കുന്ന കൊടി സത്യം വിളിച്ചു പറയാൻ ഒരു തടസ്സമാണെങ്കിൽ നമുക്കെന്തിനാ മനുഷ്യരെ അങ്ങനെ ഒരു കൊടി? നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മ, നിങ്ങളുടെ മനസാക്ഷി സത്യം വിളിച്ചു പറയാൻ, നീതി വിളിച്ചു പറയാൻ, മനുഷ്യത്വം വിളിച്ചു പറയാൻ, മനുഷ്യവികാരം വിളിച്ചു പറയാൻ നിങ്ങളുടെ കൂട്ടായ്മ ഒരു തടസ്സമാണെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് രാജിയാകൂ. പ്രിയപ്പെട്ട മനുഷ്യരെ, അഭിവാദ്യത്തോടെ സോഷ്യൽ ഡെമോക്രസിയിലേക്ക്, സത്യത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക്, ധർമ്മത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക്, അർജുനപക്ഷ രാഷ്ട്രീയത്തിലേക്ക്, ഒരു വർഗീയവാദിയുടെ മുമ്പിലും അഭിമാനം പണയം വെക്കാത്ത രാഷ്ട്രീയത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഇന്ത്യ, ജയ് സോഷ്യൽ ഡെമോക്രസി. തന്റെ പ്രവചനീയ വാക്കുകളാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ RSSന്റെ ഭീകര രാഷ്ട്രീയത്തെ കുറിച്ച് പ്രതിപാദിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ യുവ പ്രഭാഷകൻ മലപ്പുറത്തിന്റെ മാണിക്യം ഹസൻ ഷിയാനൂരിന് കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തന്റെ പ്രവർത്തന പാതയിലൂടെ അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോഴും തന്റെ നിലപാടിൽ വെളികുറച്ചു നിൽക്കുന്ന നിലപാടുകളുടെ രാജകുമാരൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ അബ്ദുറഹ്മാൻ ഫൈസി അവരുടെ ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു സ്നേഹത്തോടെ. സ്നേഹം നിറഞ്ഞ ജനാധിപത്യ വിശ്വാസികളെ, തമ്പുരാന്റെ അനുഗ്രഹം എവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉറപ്പുകൾക്കെതിരെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹനജാഥ ഇന്ന് രാവിലെ കരിക്കാട് നിന്നും പ്രയാണം ആരംഭിച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ ഓരോ മുഖങ്ങളിലും ഞങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറി പെരുമ്പിലാവിൽ സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനത്തിലും അതോടൊപ്പം ഞങ്ങൾ ചെന്ന ഓരോ പ്രദേശങ്ങളിലും ഞങ്ങൾ കൃത്യമായി സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ, ഞങ്ങളുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും അത് കേൾക്കുകയും ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രയാണത്തിൽ ഈ പഞ്ചായത്തിലെ ഓരോ മേഖലയിലും ഞങ്ങളുടെ പ്രയാണത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറിക്കൊണ്ട് ഈ യോഗത്തിലെ അധ്യക്ഷം വഹിക്കുന്ന അഭിനന്ദനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ സാഹിബിനും ഈ യോഗം ഉദ്ഘാടനം നിർവഹിച്ച ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ നാസിർ സാഹിബിനും ഈ യോഗത്തിൽ അഭിവാദ്യം അർപ്പിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താവത്തൂരിലും ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷെരീഫ് കരിക്കാടിനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുന്നംകുളം മണ്ഡലം സെക്രട്ടറി അഭിനന്ദനങ്ങൾ, കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗം വൈസ് പ്രസിഡന്റ് സൈഫുബൃന്ദങ്ങൾ, മറ്റു മുഴുവൻ ഭാരവാഹികൾക്കും അതിനുപരി ഞങ്ങളെ ഈ സന്ദേശം ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും സോഷ്യൽ ഡെമോക്രസിയുടെ അഭിവാദ്യങ്ങളോടൊപ്പം നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഈ പരിപാടി ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും അതോടൊപ്പം ഞങ്ങൾക്ക് വിലമതിക്കാൻ